ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50-day ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ 42ാമത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇനി നമുക്ക് 10 ദിവസം മാത്രമേ എക്സാമിനായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കവർ ചെയ്യാനുള്ള സമയം മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ല എങ്കിൽ ഇതിൽ ഇപ്പോൾ നമ്മൾ കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യ ഭൂമിശാസ്ത്രം, അതുപോലെ പൊതുജനാരോഗ്യം, അങ്ങനെ മാർക്ക് കൂടുതലുള്ള ഭരണഘടന, പിന്നെ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ കേരള ചരിത്രവും കംപ്ലീറ്റ് ആവും. ഇതിനൊക്കെ 10 മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്ക് കൂടുതലുള്ള പോർഷൻസ് ഫോക്കസ് ഏരിയാസ് മാത്രം നോക്കി പഠിച്ചെടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ കറണ്ട് അഫെയറും അതിൻ്റെ കൂടെ തന്നെ പഠിക്കണം. മാത്സിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അത് ഇരുന്ന് കാണുക. അപ്പോൾ അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാം സബ്ജക്റ്റ് വൈസ് ആയിട്ട് തന്നെ പ്ലേലിസ്റ്റ് തിരിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നിങ്ങൾ കുറച്ചധികം പരിശ്രമിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം. ഇനി 10 ദിവസമേ ഉള്ളൂ. ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാം PDF നോട്ടുകൾ നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് കേരള ചരിത്രത്തിലെ നമ്മൾ ഓൾറെഡി 4 സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് 3 ആൾക്കാരെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 4 പേരും കൂടിയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പക്ഷേ അത് കൂടാതെ ഉള്ളതും PSC ചോദിക്കാറുണ്ട്. അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നോക്കാം. ഓവറോളായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് കവറാവും. പിന്നെ നമ്മൾ ഇന്ത്യ ചരിത്രമായിരിക്കും എടുക്കുന്നുണ്ടാവുക. പിന്നെ അതുപോലെ പൊതുജനാരോഗ്യത്തിലും 2 ടോപ്പിക്ക് നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തോട് തന്നെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് വീക്ക് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ, ഇവരെ പറ്റിയിട്ടൊക്കെയാണ്. കുമാരഗുരുദേവൻ, ഈ 4 ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിലബസിൽ 7 പേരെ ആകെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ജനനവും മരണമൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, കാരണം അങ്ങനെ ചോദിക്കാറുണ്ട് PSC. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനെ പറ്റി പറയുമ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എന്നാണ് 1885 മെയ് 24-നാണ്. 1885 മെയ് 24-നാണ് ജനിച്ചിട്ടുള്ളത്. എവിടെയാ? ചേരാനെല്ലൂര്. എവിടെയാണിത്? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരാണ്. ഭവനം സാഹിത്യ കുടീരം, വീട്ടുപേരാണ്. വീടിൻ്റെ പേരെന്താണ്? സാഹിത്യ കുടീരം വീടാണ്. യഥാർത്ഥ നാമം, പണ്ഡിറ്റ് കറുപ്പൻ്റെ യഥാർത്ഥ നാമം ശങ്കരൻ എന്നാണ്. ശങ്കരൻ എന്നാണ് യഥാർത്ഥ നാമം. കേരള ലിങ്കൻ, അല്ലെങ്കിൽ കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ കവി തിലകൻ, സാഹിത്യ നിപുണൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ കവി തിലകം പട്ടം നൽകി പണ്ഡിറ്റ് കറുപ്പനെ ആദരിച്ചത് ആരാണ്? കൊച്ചി മഹാരാജാവാണ്. അതുപോലെ കവി തിലകൻ, സാഹിത്യ നിപുണൻ എന്നൊക്കെയുള്ള പദവി കൊടുത്തത് കൊച്ചി മഹാരാജാവാണ്. അപ്പോൾ കവി തിലക പട്ടം നൽകി ആദരിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്നുള്ളത് ഓർത്തിരിക്കുക. നൽകിയത് ആരാ? കൊച്ചി മഹാരാജാവാണ്. ഇനി വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ഇനി പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരുവിൻ്റെ പേരെന്താ? അഴീക്കൽ വേലുവൈദ്യരാണ്. ഇനി സഭകൾ. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനാണ് സഭകൾ രൂപീകരിച്ചത്. സഭ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അങ്ങനെ കുറേ സഭകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കണം. ഓരോന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ബാല സമുദായ പരിഷ്കാരിണി സഭ. അതിൻ്റെ ആസ്ഥാനം ചോദിച്ചിട്ടുള്ളതാണ്. അത് ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കല്യാണധായിനി സഭ കൊടുങ്ങല്ലൂരാണ്. അതിൻ്റെ ആസ്ഥാനം. സന്മാർഗ പ്രദീപ സഭ എവിടെയാ? കുമ്പളത്താണ്. കല്യാണധായിനി കൊടുങ്ങല്ലൂര്, സന്മാർഗ പ്രദീപ സഭ കുമ്പളം. ജ്ഞാനോദയം സഭ എവിടെയാണ്? ഇടക്കൊച്ചിയിലാണ്. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. അരയവംശോദ്ധാരിണി സഭ ഏങ്ങണ്ടിയൂരാണ്. ഇനി ബാലസമുദായ പരിഷ്കാരിണി സഭ തേവരയിലാണ്. പ്രബോധ ചന്ദ്രോദയ സഭ എവിടെയാ? വടക്കൻ പറവൂരാണ്. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂര്. ബാലസേവാ സമിതി വൈക്കത്താണ്. ബാലസമുദായ പരിഷ്കാരിണി സഭ
തേവരയിലും ബാലസേവാ സമിതി വൈക്കത്തുമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിക്കണം. കല്യാണദായിനി സഭ എവിടെയാണ്? കൊടുങ്ങല്ലൂർ. സന്മാർഗ പ്രദീപ സഭ കുമ്പളം, ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി, അരയ വംശോദ്ധാരിണി സഭ ഏങ്ങണ്ടിയൂർ, ബാലസമുദായ പരിഷ്കാരിണി സഭ തേവര, പ്രബോധ ചന്ദ്രോദയ സഭ എവിടെയാണ്? വടക്കൻ പറവൂർ, ബാലസേവാ സമിതി വൈക്കത്തുമാണ്. ഇനി ആദ്യ കവിത, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത ഏതാ? സ്തോത്രമന്താരമാണ്. സ്തോത്രമന്താരം. അതേപോലെ ജാതിക്കുമ്മി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതായത് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയായ ജാതിക്കുമ്മി ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. അതേപോലെ ആചാരഭൂഷണം, ലങ്കാമർദ്ദനം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ആയി ചോദിച്ചു മാത്രമേ എടുത്തിട്ടുള്ളൂ. ആചാരഭൂഷണം, ലങ്കാമർദ്ദനം. ഇനി ഒരുപാട് കൃതികളുണ്ട്, അപ്പോൾ ഇതെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ജാതിക്കുമ്മി, ആചാരഭൂഷണം, ലങ്കാമർദ്ദനം. ആദ്യ കവിതയാണ് സ്തോത്രമന്താരം. ഇനി അരയ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാ? പണ്ഡിറ്റ് കറുപ്പനാണ്. 1907 അരയ സമാജം. ഇനി അഖില കേരള അരയ മഹാസഭ. അഖില കേരള അരയ മഹാസഭ 1922. അഖില കേരള അരയ മഹാസഭ 1922. ഇനി കായൽ സമ്മേളനം സംഘടിപ്പിച്ചത്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് കായൽ സമ്മേളനം. കായൽ സമ്മേളനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. വർഷമേതാ? 1913. 1913. ഇനി കൊച്ചിൻ പുലയ മഹാസഭ. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ സമാധിയോടനുബന്ധിച്ച് അതിനനുശോചിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടിനെ അനുശോചിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് സമാധി സപ്താഹം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൊച്ചിൻ ആരുടെ വേർപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ചിട്ടുണ്ട്? ചട്ടമ്പി സ്വാമികളുടെയാണ്. എഴുതിയത് ആരാ? പണ്ഡിറ്റ് കറുപ്പനുമാണ്. ഇനി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായതാണ് 1925. അപ്പോൾ ആദ്യത്തെ കവിത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്തോത്രമന്താരം. ജാതിക്കുമ്മി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ആചാരഭൂഷണം, ലങ്കാമർദ്ദനം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. പിന്നെ സമാധി സപ്താഹം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്, കായൽ സമ്മേളനം സംഘടിപ്പിച്ചത്, അഖില കേരള അരയ മഹാസഭ, അരയ സമാജം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം 1925. മരിച്ചത് 1938 മാർച്ച് 23. 1938 മാർച്ച് 23 സ്മാരകം എവിടെയാണ്? ചേരാനല്ലൂരാണ് ജനിച്ചത്, അവിടെ തന്നെയാണ് സ്മാരകവും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനെ പറ്റി ഇത്രയും പോയിന്റ്സ്. അപ്പോൾ ഒരുപാട് വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് 7 ആൾക്കാരെ പറ്റിയേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതൊരു 1 മണിക്കൂർ കൊണ്ട് തീരുന്നതാണ്. പക്ഷെ ആ 1 മണിക്കൂറിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും പഠിക്കുക. ഇനി കുമാരഗുരുദേവൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17 ഇരവിപ്പേരൂരാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? ഇരവിപ്പേരൂരാണ്, പത്തനംതിട്ട ജില്ല. ഇരവിപ്പേരൂര്, പത്തനംതിട്ട ജില്ല. കുമാരഗുരുദേവൻ ജനിച്ച വർഷം 1879 ഫെബ്രുവരി 17. അപ്പോൾ ശരിക്കുള്ള നാമം എന്താ? കുമാരൻ എന്നായിരുന്നു. പിന്നീടാണ് അത് കുമാരൻ എന്നായി മാറിയത്. കുമാരൻ എന്നായിരുന്നുള്ളത് പേര്, പിന്നീട് അത് കുമാരൻ എന്നായിട്ട് മാറി. പിന്നെ ക്രിസ്തുമതത്തിൽ ആകൃഷ്ടനായിട്ട് ക്രിസ്തുമതം സ്വീകരിക്കുകയും യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ കുമാരഗുരുദേവൻ എന്നായിരുന്നു പേര്, പിന്നെ ഇപ്പോൾ എന്തായി? യോഹന്നാൻ എന്നുള്ള പേര്. അപ്പോൾ ക്രിസ്തുമതത്തിൽ ആകൃഷ്ടനായിട്ട് ക്രിസ്തുമതം സ്വീകരിക്കുകയാണ്. അതിനുശേഷമാണ് എന്ത്? യോഹന്നാൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്തു? ക്രിസ്തുമതം ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് ഒരു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന സ്വന്തമായിട്ടൊരു സഭ രൂപീകരിക്കുകയാണ് 1909. അതിനുശേഷമാണ് ഈ പുലയൻ മത്തായി എന്നൊക്കെ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എത്രയേ ഉള്ളൂ, എന്താണ്, എവിടെയാണ് ജനിച്ചതെന്നുള്ളത് നോക്കുക. ഇരവിപ്പേരൂരാണ്. വർഷവും പറ്റിയെങ്കിൽ പഠിച്ചു വയ്ക്കുക. ഇനി യോഹന്നാൻ, അതുപോലെ ഈ പേരുകളൊക്കെ ഉണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നത്, പുലയൻ മത്തായി എന്നറിയപ്പെടുന്നത്, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന ആരാ? കുമാരഗുരുദേവനാണ്. പുലയൻ മത്തായി എന്നറിയപ്പെടുന്നു, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. ഇനി ക്രിസ്തുമതത്തിൽ നിന്ന് അത് ഉപേക്ഷിച്ചിട്ട് പിന്നെ സ്വന്തമായിട്ട് ഒരു 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS. അതിൻ്റെ ആസ്ഥാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇരവിപ്പേരൂരാണ്. അപ്പോൾ വർഷവും പഠിക്കണം, അത് ആരാണ് സ്ഥാപിച്ചതെന്ന്
വീണ്ടും പഠിക്കണം അതിൻ്റെ ആസ്ഥാനം. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇരവിപേരൂരാണ് അതിൻ്റെ ആസ്ഥാനം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാ? കുമാരഗുരുദേവനാണ്. 1909 അതിൻ്റെ മുഖപത്രം പഠിക്കുക, ആദിയാർ ദീപം. മുഖപത്രം ഏതാ? ആദിയാർ ദീപം. പിന്നെ ഒരുപാട് ലഹളകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് ദളിത് സമുദായത്തിന് വേണ്ടിയിട്ട് നടത്തിയ കുറേ ലഹളകൾ ആര്? കുമാരഗുരുദേവൻ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് അടിലഹളയും വാകത്താനം ലഹളയും. അടിലഹള, വാകത്താനം ലഹള ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തി ആരാ? കുമാരഗുരുദേവനാണ്. ദളിത് സമുദായത്തിന് വേണ്ടി നടത്തിയ ലഹളയാണിത്. അടിലഹള, വാകത്താനം ലഹള. ഇനി കേരള ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ്. കേരള ദളിതൻ എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആരെ? പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് കുമാരഗുരുദേവൻ. 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. വർഷം 1921 1931. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1921 1931. 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുമാരഗുരുദേവനാണ്. ഇനി 1937 നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1937 നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രത്നമണികൾ, അതായത് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് രത്നമണികൾ. അപ്പോൾ ആ രത്നമണികൾ എന്നുള്ള നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന വ്യക്തിയാണ് ആര്? കുമാരഗുരുദേവൻ. ഇമ്പോർട്ടൻ്റ് ആണ് കുമാരഗുരുദേവൻ. മരണം എന്ന 1939 മരിച്ചത്. സമാധി 1939. അപ്പോൾ വളരെ കുറച്ച് പോയിൻ്റേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാം പഠിക്കുക, ഒന്നുപോലും വിടരുത്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പ്രത്യക്ഷ ദൈവസഭയുടെ ആസ്ഥാനം പഠിക്കുക, ഇരവിപേരൂർ. അവിടെ തന്നെയാണ് ജനിച്ചിട്ടുള്ളതും. അടിലഹള, വാകത്താനം ലഹള. പിന്നെന്താണ്? കേരള ദളിതൻ എന്ന ആശയം 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയാണ്. നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. വർഷം പഠിക്കുക 1937. രത്നമണികൾ എന്നുള്ള അതായത് കവിതകൾ, ആ പേരിലാണ് കവിതകൾ എഴുതിയിരുന്നത്. മരണം 1939. ഇനി VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് ജനിച്ചത് 1896 മാർച്ച് 26 1896 മാർച്ച് 26. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ ജാഥ, മിശ്രവിവാഹവുമായി അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഥ നടത്തിയത് 1968 കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തിയിലേക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തിയിലേക്ക്. എന്തിനാണത്? മിശ്രവിവാഹ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള ജാഥ നയിച്ച വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. 1968. ഇനി നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു. വർഷം 1919. 1919 നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? VT ഭട്ടതിരിപ്പാട്. അതിൻ്റെ മുഖപത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉണ്ണി നമ്പൂതിരി എന്നുള്ളതാണ് അതിൻ്റെ മുഖപത്രം. 1919 നമ്പൂതിരി യുവജന സംഘം, അതിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായിട്ടുള്ള നാടകം എഴുതിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? ഇടക്കുന്നിയിലാണ് കേട്ടോ ആദ്യമായി അവതരിപ്പിച്ചത്. ഇത് എഴുതിയത് 1929 വർഷം ചോദിച്ചിട്ടുണ്ട്. ഇനി ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? ഇടക്കുന്നിയിലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പ്രശസ്തമായ നാടകം അവതരിപ്പിച്ചത് ഇടക്കുന്നിയിലാണ്. ഇനി ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ജാഥയ്ക്കിടെ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന പ്രസ്താവന നടത്തിയ വ്യക്തിയാണ് ആര്? VT ഭട്ടതിരിപ്പാട്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നിങ്ങനെയുള്ള പ്രസ്താവന നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. ഏത് സാഹചര്യത്തിലായിരുന്നു അത്? ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ജാഥയ്ക്കിടെയാണ്. ഓക്കെ. അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് നാടകമാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഏത് വിഭാഗമാണ്? നാടകമാണ്. അത് ആദ്യമായി അവതരിപ്പിച്ചത് ഇടക്കുന്നിയിലാണ്.
ഇനി യോഗക്ഷേമ സഭ ഇമ്പോർട്ടൻ്റ് ആണ്. യോഗക്ഷേമ സഭ 1908 അതിൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്നു ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ഏത് വർഷമാണ്? 1908. അതിൻ്റെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മംഗളോദയമാണ്. മംഗളോദയം. ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ആപ്തവാക്യം എന്താ? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. ഇനി വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വി.ടി. ഭട്ടതിരിപ്പാടാണ്. അതേപോലെ തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെയാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതും ഏതാ? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ തന്നെയാണ്. ഇനി യോഗക്ഷേമ സഭ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1908 അതിൻ്റെ പ്രസിഡന്റ്, അതിൻ്റെ മുഖപത്രം എല്ലാം പഠിച്ചു വയ്ക്കാം. ഓക്കെ. ഇനി ഇദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് രജനീരംഗം. ആദ്യ കവിതാ സമാഹാരം ഏതാ? രജനീരംഗം. ആദ്യ കവിതാ സമാഹാരമാണ് രജനീരംഗം. മരണം വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ മരണം എന്നായിരുന്നു? 1982 ഫെബ്രുവരി 12. 1982 ഫെബ്രുവരി 12 ഇനി വി.ടി. ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ്. പാലക്കാടുള്ള ശ്രീകൃഷ്ണപുരത്താണ് വി.ടി. ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇനി യാചനായാത്ര. യാചനായാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് യാചനായാത്ര. എന്നാണത്? 1931 തൃശ്ശൂരിൽ നിന്ന് ചന്ദ്രഗിരി പുഴയിലേക്ക്. ചന്ദ്രഗിരി പുഴ എവിടെയാണ്? കാസർഗോഡാണ്. ഓക്കെ. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു ഏത്? യാചനായാത്ര. 1931 7 ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു അത് കേട്ടോ. 7 ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു അത്. പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ യാചനായാത്രയ്ക്ക് ആരാണ് നേതൃത്വം നൽകിയത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. 1931 ഈ യാചനായാത്ര. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് 7 ദിവസമാണിത് നീണ്ടുനിന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കാം. ഇനി പങ്കെടുത്ത ഏക INC സമ്മേളനം. വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം ഏതാ? അഹമ്മദാബാദ് സമ്മേളനമാണ്. 1921. 1921 അഹമ്മദാബാദ് സമ്മേളനമാണ് വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം. ഓക്കെ. അപ്പോൾ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ളതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ഒന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മന്നത്ത് പത്മനാഭനും കൂടി മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എന്നാ? 1878 ജനുവരി 2 എവിടെയാണ്? പെരുന്ന. പെരുന്ന എവിടെയാ? കോട്ടയം ജില്ലയാണ് കേട്ടോ. പെരുന്ന കോട്ടയം ജില്ലയാണ്. എന്നാണ് ജനിച്ചിട്ടുള്ളത്? 1878 ജനുവരി 2. ഇനി ഭാരത കേസരി, കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാ? മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി, കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് ഇദ്ദേഹത്തെ വിളിച്ചത് K.M. പണിക്കരാണ്. ഓക്കെ. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാ? സർദാർ K.M. പണിക്കരാണ്. അതേപോലെ തന്നെ ഭാരത കേസരി ബഹുമതി നൽകി ആദരിച്ചത്, അതായത് മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി ബഹുമതി നൽകി ആദരിച്ച പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇനി മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1921 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് 1949 1949 ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെരുന്നയിലാണ് ജനിച്ചിട്ടുള്ളത് ഈ മദൻ മോഹൻ മാളവ്യ. ഭാരതകേസരി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇത് ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. അതിൻ്റെ സെക്രട്ടറി K. കേളപ്പനുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, അതുപോലെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് 1949. ഇനി
മുതുകുളം പ്രസംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുതുകുളം സ്പീച്ച് എന്നാണ് 1947 വർഷം പഠിക്കണം. മുതുകുളം പ്രസംഗം 1947 ആരുടെയാണ്? മന്നത്ത് പത്മനാഭൻ്റെയാണ്. അതേപോലെ കോഴഞ്ചേരി പ്രസംഗമുണ്ട്, അത് വേറെയാണ്. അത് ആരുടെയാണ്? സി കേശവൻ്റെയാണ് കോഴഞ്ചേരി പ്രസംഗം. ഇതും ചോദിച്ചിട്ടുണ്ട്. മുതുകുളം പ്രസംഗം ആരുടെയാണ്? മന്നത്ത് പത്മനാഭൻ്റെയാണ്. 1947. ഇനി BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിയാണ്. BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി. ഇനി 1959 EMS മന്ത്രിസഭയെ ഇറക്കിവിടാൻ വേണ്ടിയിട്ടുള്ള 1959 വിമോചന സമരം നയിച്ചത് 1959 വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജീവശിഖ ജാഥ, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. എവിടം മുതൽ എവിടം വരെ? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട്. 1959 വിമോചന സമരം. ഇനി സവർണ ജാഥ, അതുപോലെ തന്നെ സവർണ ജാഥ നയിച്ചു. അത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സവർണ ജാഥ. എവിടം മുതൽ എവിടം വരെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ച വ്യക്തിയും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. സേതു ലക്ഷ്മിബായിക്കാണ് എന്നിട്ട് അവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ. അപ്പോൾ സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ്. 1924. ഇനി മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്ന ആത്മകഥ മന്നത്ത് പത്മനാഭൻ്റെയാണ്. കണ്ണീരും കിനാവും നമ്മൾ നേരത്തെ കണ്ടു, ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഇത്രയും കൃതികൾ, ഒരുപാട് കൃതികളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്നേഹലത, പഞ്ചകല്യാണി നിരൂപണം, തത്വചിന്ത. സ്നേഹലത, പഞ്ചകല്യാണി നിരൂപണം, തത്വചിന്ത എന്നീ കൃതികളൊക്കെ ആരുടെയാണ്? മന്നത്ത് പത്മനാഭൻ്റെയാണ്. അപ്പോൾ ഈ എല്ലാ പോയിന്റും പഠിച്ചിരിക്കും. ഇനി ആർ ശങ്കറിനോടൊപ്പം ചേർന്ന് രൂപീകരിച്ച പാർട്ടി, മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. 1950. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. എന്താണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി? ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്നിട്ടാണ് 1950. ഇനി നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് NSS രൂപീകരിച്ചത് ഈ വർഷം ചോദിച്ചിട്ടുണ്ട്. NSS രൂപീകരിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. NSS എന്ന് പറഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം? പെരുന്നയാണ്, കോട്ടയത്തെ പെരുന്നയാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കുക. NSS 1914 ഒക്ടോബർ 31 പെരുന്ന. അപ്പോൾ ഇതിൻ്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ഇതിൻ്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് നായർ ഭൃത്യജന സംഘം. ഭൃത്യജനസംഘം, നായർ ഭൃത്യജന സംഘം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ആദ്യകാല നാമം. ഈ നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ആര്? കപ്പന കണ്ണൻ മേനോൻ. കപ്പന കണ്ണൻ മേനോനാണ് നായർ ഭൃത്യജന സംഘം എന്നുള്ള പേര് നിർദ്ദേശിച്ചത്. ഇനി NSS നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ചിട്ടുള്ള സെർവൻസ് ഓഫ് സൊസൈറ്റിയുടെ മാതൃകയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. സെർവൻസ് ഓഫ് സൊസൈറ്റി, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സെർവൻസ് ഓഫ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാ? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ 1905 അതിൻ്റെ മാതൃകയിലാണ് NSS രൂപീകരിച്ചിട്ടുള്ളത്. NSS എന്ന് അതിന് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇതിൻ്റെ പേര് നായർ ഭൃത്യജന സംഘം എന്നുള്ളതായിരുന്നു. ഇനി അതിനെ NSS എന്നാക്കിയത് 1915. 1915 NSS എന്നുള്ള പേരാക്കിയത്. അപ്പോൾ ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാ? K പരമുപിള്ളയാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, പണ്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. K പരമുപിള്ള. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. NSS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വർഷം ചോദിച്ചിട്ടുണ്ട്. 1914 ഒക്ടോബർ 31 പെരുന്നയാണ്. മന്നത്ത് പത്മനാഭനാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആദ്യകാല നാമം നായർ ഭൃത്യജന സംഘം എന്നുള്ളതായിരുന്നു. അത് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ്. ഇനി NSS എന്ന് അതിനെ വീണ്ടും റീനെയിം ചെയ്തത് 1915. അതിന് ആ പേര് നിർദ്ദേശിച്ചത് K പരമുപിള്ളയുമാണ്. ഇനി ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? നമ്മൾ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി, അതിൻ്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കേളപ്പനുമായിരുന്നു. പക്ഷേ NSS അത് നേരെ തിരിഞ്ഞു വരും. കണ്ടോ, അവിടെ സെക്രട്ടറി ആയിരുന്ന ആൾ NSSൻ്റെ പ്രസിഡൻ്റായി.
ഓക്കെ. അപ്പോൾ NSSന്റെ പ്രസിഡന്റ് KK കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനും. സത്യാഗ്രഹ കമ്മിറ്റിയുടെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത്, സെക്രട്ടറി ആയിരുന്നു KK കേളപ്പൻ. ഓക്കെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. അപ്പോൾ NSSന്റെ പ്രസിഡന്റ് KK കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. അതിൻ്റെ മുഖപത്രം ചോദിച്ചിട്ടുള്ളതാണ് സർവീസാണ് അതിൻ്റെ മുഖപത്രം. ഇനി NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? കറുകച്ചാൽ കോട്ടയത്താണ്. കറുകച്ചാൽ കോട്ടയത്താണ് NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി ആദ്യ കോളേജ്, NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കറുകച്ചാൽ കോട്ടയം. ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ KK കേളപ്പനായിരുന്നു കേട്ടോ. ഈ സ്കൂൾ അപ്പോൾ ആദ്യമായിട്ടൊരു സ്കൂൾ സ്ഥാപിച്ചില്ല, അതിൻ്റെ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? KK കേളപ്പനായിരുന്നു. ഇനി NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലാണ് ആദ്യ കോളേജ്. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് 1947ലാണ് കോളേജ് സ്ഥാപിച്ചത്. ഇനി ആദ്യ ആശുപത്രി സ്ഥാപിച്ചത്, NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ്? പന്തളത്താണ്. ഇനി മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? NSS ആണ്. NSSന്റെ മറ്റ് നാമങ്ങളാണ് മലയാളി സഭ, കേരളീയ നായർ സംഘടന. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെടുന്നത് NSS ആണ്. ഇനി NSSന്റെ ആദ്യ കരയോഗം നടന്നത് എവിടെയാണ്? NSSന്റെ ആദ്യ കരയോഗം നടന്നത് തട്ടയിൽ, പത്തനംതിട്ടയിലെ തട്ടയിൽ പത്തനംതിട്ടയിലാണ് ആദ്യത്തെ കരയോഗം നടന്നത്. തട്ടയിൽ പത്തനംതിട്ട. ഓക്കെ. അപ്പോൾ ഇത് ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? KK കേളപ്പനായിരുന്നു. സെക്രട്ടറി മന്നത്തായിരുന്നു. മുഖപത്രം സർവീസ്. ഇതിൻ്റെ ആദ്യ സ്കൂൾ കറുകച്ചാൽ, അതിൻ്റെ പ്രിൻസിപ്പൾ, അതിൻ്റെ ഹെഡ് മാസ്റ്റർ KK കേളപ്പനായിരുന്നു. ആദ്യ കോളേജ് ചങ്ങനാശ്ശേരിയാണ്. അപ്പോൾ ഈ കോളേജിൽ 1947ലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രിൻസിപ്പൾ ആരായിരുന്നു? നാരായണ അയ്യർ ആയിരുന്നു കേട്ടോ. TK നാരായണ അയ്യർ ആയിരുന്നു അതിൻ്റെ പ്രിൻസിപ്പൾ. ഇത് NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് പന്തളത്താണ്. ഇനി അതുപോലെ തന്നെ മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെടുന്നത് NSS തന്നെയാണ്. ഓക്കെ. ഇനി ഈ NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം, സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം 1916 കേട്ടോ. സമസ്ത കേരള നായർ സമ്മേളനം NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്നത് 1916. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്തത്, രജിസ്റ്റർ ചെയ്ത വർഷം കൂടി പഠിക്കുക. 1925ലാണ് NSS രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ പറഞ്ഞു NSSന്റെ ആദ്യ കരയോഗം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തട്ടയിലാണ്, തട്ടയിലാണ് പത്തനംതിട്ട. ഈ NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി കേട്ടോ. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ദേശീയ പാർട്ടിയാണ് ഏതെന്ന് പറയുന്നത്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഓക്കെ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. അതുപോലെ മന്നം സമാധി എവിടെയാണ്? പെരുന്നയിലാണ് ജനിച്ചതും മരണവും എവിടെ തന്നെയാണ്? കോട്ടയം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ 4 പേരെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അതൊന്നും പോലും വിടാതെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്